പോലും മത്സരബുദ്ധിയോടുകൂടി പരിശ്രമിച്ചവരെ സംബന്ധിച്ചിടത്തോളം അതിനെ തുടർന്ന് തൊട്ടപ്പുറത്ത് ഒഡീഷയിൽ 2 വൈദികർ ഉൾപ്പെടെയുള്ള പ്രാർത്ഥനാ സമൂഹത്തെ 70ഓളം വരുന്ന ബജ്രംഗദൾ പ്രവർത്തകർ വളഞ്ഞുകൂടി ഭീകരമായി മർദ്ദിച്ചപ്പോ ഒരക്ഷരം പ്രതികരിക്കാൻ കേരളത്തിലെ ബിജെപിയുടെ ഘടകം, ബിജെപിയുടെ പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ ഉൾപ്പെടെയുള്ളവർ തയ്യാറായിട്ടില്ല. ഞങ്ങൾ അന്നും ഇന്നും ഇപ്പോഴും പറയുന്നു, രാജ്യത്ത് കഴിഞ്ഞ സമീപകാലത്തായി പ്രത്യേകിച്ചും ഇവിടെ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഡബിൾ എൻജിൻ സർക്കാർ വന്നതിന് ശേഷം സംസ്ഥാനത്തും കേന്ദ്രത്തിലും ബിജെപി ഭരിക്കുന്ന സംസ്ഥാന ഭരണകൂടങ്ങൾ വന്നതിന് ശേഷമാണ് ക്രൈസ്തവ മതന്യൂനപക്ഷ വിഭാഗങ്ങൾക്കെതിരായി നിരന്തരമായ പ്രത്യാക്രമണം ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. ഇത് ബിജെപിയുടെ അറിവോടും സമ്മതത്തോടും ഗവൺമെന്റിന്റെ ഒത്താശയോടും കൂടി നടക്കുന്നതാണ് എന്നുള്ളതുകൊണ്ട് തന്നെയാണ് ഇത് സ്റ്റേറ്റ് സ്പോൺസേഡ് ആയിട്ടുള്ള അറ്റാക്കാണ്. ക്രൈസ്തവ മതന്യൂനപക്ഷത്തിനെതിരായി മതപരിവർത്തനമെന്ന ആക്ഷേപം ഉന്നയിച്ചുകൊണ്ട് പ്രാർത്ഥനാ കൂട്ടായ്മകളെ തടയുക, ആരാധനാലയങ്ങളെ തകർക്കുക, വൈദികരെയും കന്യാസ്ത്രീ സഹോദരിമാരെയും ആക്രമിക്കുക, അങ്ങനെ ഒരു ഭീകരമായ അന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ട് ക്രൈസ്തവ മതസ്വാതന്ത്ര്യം രാജ്യത്ത് നിഷേധിക്കുന്നത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ മതസ്വാതന്ത്ര്യത്തിന്മേലുള്ള കടന്നുകയറ്റമാണ്, ഭരണഘടനാപരമായിട്ടുള്ള അവകാശത്തിന്റെ നിഷേധമാണ്. ശ്രീ രാജീവ് ചന്ദ്രശേഖർ ഒഡീഷ സംഭവത്തെക്കുറിച്ച് എന്ത് പറയുന്നു എന്നറിയാൻ കേരളത്തിനും ക്രൈസ്തവ സമൂഹത്തിനും രാജ്യത്തിനും താൽപര്യമുണ്ട്.